പാലാ നഗരസഭയിൽ ഭരണമാർക്കെന്ന് ഇന്നറിയാം. വൈകിട്ട് 7:30 ബിനു പുളിക്കാക്കണ്ടം നിലപാട് പ്രഖ്യാപിക്കും. കുടുംബത്തിലെ 3 പേരുടെ പിന്തുണ ഇരു മുന്നണികൾക്കും നിർണായകമാണ്. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ ഇവരുടെ പിന്തുണ തേടി LDF-ഉം UDF-ഉം ചർച്ച നടത്തിയിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, 7:30യോടുകൂടി തീരുമാനം അറിയാൻ കഴിയും. പക്ഷേ എങ്കിലും ആർക്കൊപ്പമാണ്? LDF-നൊപ്പമാണോ UDF-നൊപ്പമാണോ എന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അമൃത, വൈകിട്ട് 7:30യോടുകൂടി പാലാ നഗരസഭയിൽ നിലനിന്നിരുന്ന സസ്പെൻസിന് അവസാനമാകും. തങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുന്നതിനായി ബിനു പുളിക്കാക്കണ്ടവും കുടുംബാംഗങ്ങളും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ബിനു പുളിക്കാക്കണ്ടവും മകൾ ദിയ, അതോടൊപ്പം സഹോദരൻ ബിജു എന്നിവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് തങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ പ്രഖ്യാപനം നടത്തും. എന്തായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ച് ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് സൂചനകൾ വരുന്നത് പ്രകാരം ഇരു വിഭാഗവുമായും LDF-ഉം UDF-ഉമായും ബിനു പുളിക്കാക്കണ്ടം ചർച്ച നടത്തിയിരുന്നു. ഈ കോൺഗ്രസിലേക്ക് ആണ് എന്ന തരത്തിലെങ്കിൽ UDF-നെ പിന്തുണയ്ക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ബിനു പുളിക്കാക്കണ്ടവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ്. നേരത്തെ PN വാസവൻ അടക്കമുള്ളവർ LDF-ലേക്ക് ക്ഷണിച്ച് അവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്വതന്ത്രരോട് കൂടി പിന്തുണ വേണം കേവല ഭൂരിപക്ഷം ലഭിക്കാൻ. നേരെ മറിച്ച് LDF-ലാണെങ്കിൽ ഈ 3 പേരുടെ പിന്തുണയിൽ ഭരണം ഉറപ്പിക്കുവാനും കഴിയും. എന്തായാലും ആ സസ്പെൻസ് നിലനിൽക്കട്ടെ എന്നാണ് ബിനു പുളിക്കാക്കണ്ടം പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ താൻ ആ സസ്പെൻസ് പൊളിക്കാം, ആർക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കാമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇതുവരെയും ധാരണയായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ വൈകിട്ട് വരെയും ഇത് സംബന്ധിച്ചൊരു അന്തിമ ധാരണയായില്ലെങ്കിൽ സ്വതന്ത്രരായി നിൽക്കുക എന്നുള്ളൊരു നിലപാട് തന്നെ സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇവർ മത്സരിച്ച സീറ്റിൽ UDF-ന് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ UDF-നെ പിന്തുണയ്ക്കും എന്നുള്ള തരത്തിൽ ഉള്ള പ്രചാരണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ UDF-ലെ ഒരു സ്വതന്ത്രയും ചെയർമാൻ സ്ഥാനം അവകാശപ്പെട്ട് മുന്നോട്ട് വന്നത്, അല്ലെങ്കിൽ UDF-ന്റെ ഒരു സ്വതന്ത്രയായി വിമതയായി ജയിച്ച മായ രാഹുലും ഈ അവകാശവാദം ഉന്നയിച്ചതായിരുന്നു പിന്നീട് UDF-ലെ ചർച്ചകൾ വഴിമുട്ടാൻ കാരണം. തുടർന്നാണ് LDF-ഉമായും ചർച്ചകൾ നടത്തിയത്. എന്തായാലും ഇന്ന് വൈകിട്ട് 7:30 പ്രഖ്യാപനം നടത്തും. നാളെയാണ് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക, അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. കോട്ടയത്ത് നഗരസഭകളിൽ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയും ഇതാണ്. എന്തായാലും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രാധാന്യമുള്ളതുകൊണ്ട് LDF-ന് ഭരണം നഷ്ടപ്പെട്ടാൽ അത് ജോസ് കെ മാണിയുടെ വലിയൊരു തിരിച്ചടിക്കും കാരണമായി എന്ന തരത്തിലുള്ള ചർച്ചകൾ വഴിവെക്കും. അതുകൊണ്ട് ഏത് നിലയ്ക്കും ഭരണം ഉറപ്പിക്കാൻ ഇരു വിഭാഗങ്ങളും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സസ്പെൻസ് 7:30യോടുകൂടി അവസാനിക്കും. അമൃത. ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.